കൊള്ളാവുന്ന ഒരാൾ പാലക്കാട്ടുകാരൻ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, ഇത് എന്ത് പവറൊക്കെ ഉണ്ട് ഇത് എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരിട വന്നു. ശ്രീ അരുൺ ഗോയൽ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അദ്ദേഹം രാജിവെക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തെ ഒന്നായിട്ട് കാർന്നു തിന്നുന്ന ഒരു അമെൻമെൻ്റാണത് കൊണ്ടുവരികയാണ്. കാരണം ഇഷ്ടമുള്ള ഈ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റി ഇലക്ഷൻ കമ്മീഷൻ ആക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇത്രയും വലിയ ഒരു പൊസിഷനിൽ നിന്ന് അങ്ങനെ രാജിവെച്ച് പോകണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. പിന്നെ നമ്മുടെ ജനങ്ങളെന്ന് പറയുന്ന പൊതുജനമെന്ന് പറയുന്നത് കഴുതകളല്ലേ. അപ്പോൾ ഈ കഴുതകളെ എന്താ പറഞ്ഞ് പറ്റിക്കാൻ വയ്യാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന്. ഒന്നാമത്തത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതെങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു വിവരം. രണ്ടാമത് ഈ കോർപ്പറേറ്റുകളും ഭരിക്കുന്ന പാർട്ടിയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആയിട്ടുള്ള കോർപ്പറേറ്റുകളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം, കൂട്ടുകെട്ട്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം, അതായത് ഡെമോക്രസിയിൽ, നമ്മുടെ ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസി, ഭരണഘടനാ സ്ഥാപനമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് കാണാം. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്തും അതുപോലെ ഇലക്ഷൻ കമ്മീഷനിലേക്കും വല്ല അംഗങ്ങളായിട്ടും വരുന്ന പണ്ട് ഒരാളെ ഉള്ളായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം 3 ഇലക്ഷൻ കമ്മീഷണർമാരായി, 2 മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരാൾ അതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് ചെയർമാൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റവർ സാധാരണ ഉള്ള മെമ്പേഴ്സ്, മറ്റേര് ഇലക്ഷൻ കമ്മീഷണേഴ്സാണ്. എല്ലാവർക്കും തുല്യ പവറൊക്കെ തന്നെ കൊടുത്തേക്കുന്നത്. ഒരാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറും കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഉള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഈ 3 പേരായ ആവാൻ കാരണം, അതിലെ ഒരു അഭിപ്രായം ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആ 3 പേരിൽ ഭൂരിപക്ഷ തീരുമാനം എടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ 3 പേരെ കൊണ്ടുവന്നേക്കുന്നത്. മറ്റേത് ഒരാളാവുമ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള തീരുമാനം വന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് അങ്ങനെ ആ തീരുമാനം വരാൻ കൊള്ളാവുന്ന ആളുകൾ ഇപ്പോൾ ശേഷൻ, നമ്മുടെ ഇപ്പോൾ യശശരീരനായ ശ്രീ ശേഷൻ, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരുന്നു. അതുവരെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ആരാണ്, ഇതിൽ നിന്നുള്ള അധികാരങ്ങൾ എന്താണ്, ഒന്നും ആർക്കും അറിയാൻ വയ്യായിരുന്നു. പക്ഷേ കൊള്ളാവുന്ന ഒരാൾ പാലക്കാട്ടുകാരൻ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, ഇത് എന്ത് പവറൊക്കെ ഉണ്ട് ഇത് എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരിട വന്നു. അത് ഓരോ അധികാര സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ആളുകൾ ആ രീതിയിൽ വളരെ അന്തസ്സോടും അതുപോലെ വളരെ സ്ട്രിക്റ്റായിട്ടും ശരിയായി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അതെന്ത് നേട്ടമുണ്ടാകും രാജ്യത്തിനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ 3 ഇലക്ഷൻ കമ്മീഷണർമാർ, അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 മെമ്പേഴ്സ് ഇലക്ഷൻ കമ്മീഷണേഴ്സുമായിട്ട് മാറി. ഇപ്പോഴും അങ്ങനെയാണുള്ളത്. ഇപ്പോൾ അതിൽ ഒരു വേക്കൻസി ഒഴിവുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരാളെ ഒന്ന് വീണ്ടും ഒരു ഇലക്ഷൻ കമ്മീഷണർ വേക്കൻസി കിടക്കുകയാണ്. അടുത്തത് ശ്രീ അരുൺ ഗോയൽ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അതെല്ലാവർക്കും അറിയാം. അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതിനൊക്കെ ശേഷം പെട്ടെന്ന് അദ്ദേഹം രാജിവെക്കുകയാണ്. ആ രാജിയുടെ കാര്യം എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അത് ശ്രീ രാജീവ് കുമാർ, അതായത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വെളിയിൽ വന്നിട്ടുള്ള കാര്യമാണ് പല കാര്യങ്ങളിലും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് രാജിവെക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് എല്ലാം വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ BJP ഭരിക്കുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ആരെങ്ങോട്ട് ചായും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അത് ശരിയായിരിക്കണമെന്ന് മാത്രമില്ല, പക്ഷെ കേട്ടിട്ട് തോന്നുന്നത് അതായിരിക്കും ശരിയെന്ന് തോന്നുന്നു.
പിന്നെ ഒരു വർത്തമാനം എന്ന് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ. അദ്ദേഹം ഇത് രാജിവെച്ചത് ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അറിയുന്നത്. പെട്ടെന്ന് തന്നെ അതിനു മുമ്പ് ഒരു കിംവദന്തിയൊക്കെ ഉണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം പോവും. കാരണം കേന്ദ്രമന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ ഒരു ഭരിക്കാം, 6 മാസത്തിനകം കയറിയിരിക്കാം, 6 മാസത്തിനകത്ത് മാൻഡേറ്റ് വാങ്ങിയാൽ മതി. അതിപ്പോൾ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷന് മത്സരിക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ BJPക്ക് ഇന്നത്തെ നിലയ്ക്കില്ല. BJP ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റാളുകൾ ഭരിക്കുന്നത്. അതൊഴിച്ചാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്രത്തോളം ഉള്ളിടത്തോളം കാലം ഉള്ളിടത്തതുകൊണ്ട് BJPക്ക് ഒരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല, എളുപ്പമുള്ളൊരു കാര്യമാണ്. 6 മാസത്തിനകത്ത് ഒരു വേക്കൻസി അല്ലെ ഒരു വേക്കൻസി ഉണ്ടാക്കുക, ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണോ ഇതിൻ്റെ കാരണം എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതെന്തോന്നും ആവട്ടെ. ഇനി അതിനകത്ത് നമ്മളിപ്പോൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം, പ്രത്യേക കാര്യം, ഇത് ഈ പ്രസിഡന്റിന് അദ്ദേഹം നേരിട്ട് രാജിക്കത്തം കൊടുത്തു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അതിൻ്റെ കോപ്പി പോലും കൊടുത്തില്ല എന്ന് പറയപ്പെടുന്നു. അതറിയില്ല, അത് സബ്ജക്റ്റ് ടു കറക്ഷൻ, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, അതായത് അങ്ങോട്ട് കൊടുത്തു, അത് പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് അത് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. അത് സ്വീകരിക്കുകയും ചെയ്തു, രാജി സ്വീകരിച്ചു. അപ്പോൾ രാജി നിലവിൽ വന്നു. അപ്പോൾ 2 വേക്കൻസി ഇലക്ഷൻ കമ്മീഷനിലേക്കായി. ഈ അടുത്ത സമയത്ത്, അതായത് ഇതിൽ ഒരു ഏതാനും വർഷം മുമ്പ് ഈ പ്രശ്നം സുപ്രീം കോടതിയിലേക്ക് വന്നു. എങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കണം എന്നുള്ള പ്രശ്നത്തിലേക്ക് വന്നു. അപ്പോൾ സുപ്രീം കോടതി അന്ന് അതിനകത്തൊരു ഓർഡർ വിധി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അത് യഥാർത്ഥത്തിൽ നല്ലൊരു വിധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ആര് നിയമിക്കണം എന്നുള്ളതിനെ കുറിച്ച് വന്നപ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, ഇവരടങ്ങുന്ന ഒരു സമിതി ഒരു തീരുമാനമെടുത്തിട്ട് ഒരാളെ ഇലക്ഷൻ കമ്മീഷനായിട്ടോ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടോ നിയമിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ വിധി നോക്കിയപ്പോൾ എപ്പോഴും ഇവർക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ഒരു BJPക്കാരനോ ഒരു സംഘപരിവാർ പ്രസ്ഥാനക്കാരനോ ഇത് പിടിച്ചു വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിനെ ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാം. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഒരു സുപ്രീം കോടതി വിധിയെ മറികടക്കുന്ന ഒരു നിയമം പാസ്സാക്കുക എന്ന് പറയുന്നതിനെ ഒരുപാട് സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിൽ എതിർത്തിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഈ നിയമം അങ്ങനെ ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ഒരു ചർച്ചയും കൂടാതെ. അപ്പോൾ ചർച്ചയുടെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇതിനെ എതിർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, എല്ലാത്തിനെയും സസ്പെൻഡ് ചെയ്ത് വെളിയിൽ കളഞ്ഞിട്ട് പ്രതിപക്ഷം ഇല്ലാതെ ഒരു ചർച്ചയും കൂടാതെ 1 മിനിറ്റ് കൊണ്ടാണ് ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നത്. ഒന്ന് ആലോചിച്ചോളൂ. അതായത് RP ആക്ടിൽ ഒരു ഭേദഗതി കൊണ്ടുവരികയാണ്. അത് പാസ്സാക്കുന്നത് ഇത്രത്തോളം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ കാതലായിട്ട് അതിനെ കാതലായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം, ഒരു ഭേദഗതി കൊണ്ടുവരികയാണ്, ഒരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിനെ മൂടോടുകൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാ ബേസിക്സിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഹാർട്ടിനെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭേദഗതി. കാരണം ഇതിൻ്റെ ഇൻഡിപെൻഡൻസ്, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ നിലനിൽപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഒരു വ്യത്യാസം അല്ലാതില്ല. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഒരു ചർച്ചയും കൂടാതെ, യാതൊരു ഡിസ്കഷനോ ഡെലിബറേഷനോ ഒന്നുമില്ലാതെ അത് പാസ്സാക്കിയെടുത്ത് പോവുകയാണ്. നമ്മുടെ ജനാധിപത്യത്തെ ഒന്നായിട്ട് കാർന്നു തിന്നുന്ന ഒരു അമെൻമെൻ്റാണത് കൊണ്ടുവരികയാണ്. കാരണം ഇഷ്ടമുള്ള ഈ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റി ഇലക്ഷൻ കമ്മീഷനാക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇലക്ഷനിൽ എന്ത് അഴിമതിയോ വൃത്തികേടുകളോ നടന്നാലും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അതേ BJPക്കാർ അത് അവർ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ ഇളകി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകാറുള്ളത്. ആ രീതിയിലായി. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയിൽ കിടക്കുന്നു, അത് ചോദ്യം ചെയ്യുന്നുണ്ടുള്ള ഹർജി. അതിൻ്റെ തീരുമാനം എന്ത് വരും എന്നെനിക്ക് പറയാനറിയില്ല.
ശിവസേനയ്ക്ക് ആ ചിഹ്നം അനുവദിക്കുന്നതിൽ കേട്ടോ. അതേപോലെ തന്നെ അത് ഉണ്ടായിരുന്നു. അതുപോലെ അജിത് പവാറിൻ്റെയും ഗ്രൂപ്പ്, ശരത് പവാറിൻ്റെയും അജിത് പവാറിൻ്റെയും അതിനെ സംബന്ധിച്ചിടത്തോളം NCPയുടെ ആ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം, ഇതിനെ അനുവദിക്കുന്ന ചിഹ്നം അനുവദിക്കുന്നതിലുമൊക്കെ യഥാർത്ഥത്തിൽ അതിലൊക്കെ ഒരു അഴിമതി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ പറയുക, ഇതിപ്പോൾ അത് ഭൂരിപക്ഷ തീരുമാനം, ഏകകണ്ഠമായ തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ മനസ്സിലാക്കുന്നതും പുറത്തു വരുന്ന വിവരം അനുസരിച്ചും ഇപ്പോൾ ഈ രാജിവെച്ച വ്യക്തി അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി അയാൾ ഏകകണ്ഠ്യേന ഉള്ള ഒരു തീരുമാനമല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചെന്നുണ്ടെങ്കിൽ ഈ കാരണം പുറത്തു പറയാനുള്ള ഒരു മര്യാദ അദ്ദേഹം കാണിക്കണമായിരുന്നു ഈ ജനങ്ങളോട്. അപ്പം അല്ലാതെ ഇത് വഴിക്ക് വെച്ചങ്ങ് ഇട്ടിട്ട് ഇത് ഞാൻ രാജിവെച്ചങ്ങ് പോന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. മാത്രമല്ല രാജിവെക്കുമ്പോൾ ഇനി ഏതാണ്ട് ഉണ്ടല്ലോ, ഏതാണ്ട് 2027 വരെ അയാൾക്ക് അതിൽ തുടരാമായിരുന്നു. അപ്പോൾ ഇനി 3 വർഷം കൂടെ അതിൽ തുടരേണ്ട ഒരാളാണ് ഒരു പ്രിമച്വറായിട്ട് പെട്ടെന്ന് രാജിവെച്ച് പോകുന്നത്. ഇത്രയും വലിയ ഒരു പൊസിഷനിൽ നിന്ന് അങ്ങനെ രാജിവെച്ച് പോകണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. അത് ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇതേപോലെ സഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടായി കാണാം. അതായിരിക്കാം കാര്യം ചിലപ്പോൾ വരുന്നത്. അത് 2025 2025 മുമ്പ് തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് മാറാനുള്ള ഒരു അവസരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അവസരത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഇംപീച്ച്മെൻറ്റ് നടപടിയൊക്കെ വേണം. ആ രീതിയിലേ മാറ്റാൻ നോക്കുള്ളൂ, അല്ലാതെ മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇത് ഇന്ന് മാറുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം സംശയിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ ഓഫർ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ട് മാറുന്നതാണ്. കാരണം ഏതായാലും ഇയാളുടെ കൂടെ തുടരാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇനിയിപ്പോൾ അങ്ങ് രാജിവെച്ച് പോവാം എന്നുള്ള രീതി വന്നപ്പം ഇത് ബഹളം ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നതുപോലെ ചെയ്യാം എന്നുള്ളൊരു നീക്കുപോക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ് ആ രീതി നോക്കുമ്പോൾ. കാരണം അത് ഒരു ഓഫർ ആ രീതിയിൽ വരാം. കാരണം ഇയാളുടെ ശല്യം ഇല്ലാതാക്കാമല്ലോ. കാരണം ഇയാൾ അല്പമെങ്കിലും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കാൻ അയാൾ ചിലപ്പോൾ തയ്യാറാകുകയില്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി അങ്ങനെ ഒരു ഓഫർ കൊടുത്ത് അയാളെ മാറ്റി ഇരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് എന്തായാലും കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ വിവരമൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ ജനങ്ങളെന്ന് പറയുന്ന പൊതുജനമെന്ന് പറയുന്നത് കഴുതകളല്ലേ. അപ്പോൾ ഈ കഴുതകളെ എന്താ പറഞ്ഞ് പറ്റിക്കാൻ വയ്യാത്തത്? എന്തും പറയാമല്ലോ അവരുടെ അടുത്ത്.